കാടമുട്ട അച്ചാറിനായിട്ട് ഞാൻ 3 കവർ കാടമുട്ടയാണ് എടുത്തിട്ടുള്ളത്. അതായത് 30 എണ്ണം. ഒരു കവറിൽ 10 എണ്ണമാണ്. 30 കാടമുട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് അച്ചാറാണെങ്കിലും മുട്ടയല്ലേ ഒരുപാട് ദിവസം ഒന്നും ഇരിക്കത്തില്ല. അതുകൊണ്ട് കുറച്ച് മാത്രം ഉണ്ടാക്കി വെച്ചാൽ മതി. ഒരുപാട് ലാർജ് ക്വാണ്ടിറ്റി ഒന്നും ഉണ്ടാക്കി നമുക്ക് സൂക്ഷിക്കാൻ ബുദ്ധിമുട്ടാണ്. അത് ഇരിക്കത്തില്ല, പെട്ടെന്ന് ചീത്തയായിപ്പോവും. അപ്പം നമ്മൾ കുറച്ച് മാത്രം ഉണ്ടാക്കിയെടുക്കുക. ഇനി ഒരു 3 കവർ, അതായത് 30 കാടമുട്ടയാണ് ഞാനിന്ന് അച്ചാർ ഉണ്ടാക്കുന്നത്. ആദ്യം തന്നെ മുട്ടയെല്ലാം നമുക്കൊന്ന് പുഴുങ്ങിയെടുക്കാം. ഒരു കുക്കറിലേക്ക് മുട്ട ഇട്ടിട്ട് പുഴുങ്ങിയെടുക്കാം. ഒരു 5 വിസിൽ നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. നമ്മൾ അച്ചാർ ഇടുന്നതായതുകൊണ്ട് കുറച്ച് നന്നായിട്ടൊന്ന് വേവണം. അപ്പോൾ ഒരു 5 വിസിൽ നന്നായിട്ടൊന്ന് വേവിക്കാം. കാടമുട്ട പുഴുങ്ങി തോടൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് വറുത്തെടുക്കാം. വറുക്കുന്നതിന് മുമ്പ് ഒരു ടൂത്ത് പിക്കോ ഒരു പച്ച ഈർക്കിലോ ഒക്കെ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ആക്കി എടുക്കുക. ആ മസാലയൊക്കെ അതിലേക്ക് നന്നായിട്ടൊന്ന് പിടിക്കാനാണ്. പാൻ ചൂടായി കഴിഞ്ഞാൽ നമുക്കതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് ഏത് ഓയിൽ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഇവിടെ ഞാൻ റൈസ് ബ്രാൻ ഓയിലാണ് എടുത്തിട്ടുള്ളത്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരല്പം ഉപ്പ് കൂടി ചേർക്കാം. രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് കാടമുട്ട ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. മുട്ട ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്താൽ മതി. ഒരുപാടൊന്നും ഇളക്കാൻ പോകരുത്. ഈ ഒരു പരുവത്തിൽ മതി. നന്നായിട്ട് മുരിഞ്ഞ് കഴിയുമ്പോൾ ഇതുപോലെ പൊട്ടുന്ന പോലത്തെ ഒരു ശബ്ദം കേൾക്കും. അപ്പോൾ അത്രയും മതി. ഈ ഒരു കളറാകുമ്പോഴത്തേക്ക് നമുക്കിത് കോരിയെടുക്കാം. മുട്ടയെല്ലാം കോരി മാറ്റാം. ഇനി നമ്മൾ മുട്ട വറുത്തെടുത്ത അതേ എണ്ണ ഉണ്ടല്ലോ, ആ എണ്ണയിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഒരു 1.5 ടീസ്പൂൺ കടുക്. കടുക് പൊട്ടുമ്പോഴേക്കും ഒരു 1/4 ടീസ്പൂൺ ഉലുവ ചേർക്കാം. അതിൻ്റെ കൂടെ ഒരു 3 വറ്റൽമുളക് നമുക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ചേർക്കേണ്ടത് ഒരു 4 പച്ചമുളക്, ഒരു വെളുത്തുള്ളി, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. ഇത്രയും സാധനങ്ങൾ നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കണം. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ നന്നായിട്ട് നമുക്കൊന്ന് മൂത്ത് കിട്ടണം. ആ ഒരു പച്ചമുളകൊക്കെ മാറി ഒരു സ്മെല്ല് വരും. അതുവരെ നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ നന്നായിട്ടൊന്ന് റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ലോ ഫ്ലെയിമിലാക്കിയിട്ട് നമുക്കതിലേക്ക് പൊടികൾ ചേർക്കാം. മുളക് പൊടി ഞാനൊരു 2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. 2 സ്പൂൺ മുളക് പൊടി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് 1/2 ടീസ്പൂൺ കായപ്പൊടിയാണ്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പൊടികൾ ചേർക്കുമ്പം ലോ ഫ്ലെയിമിൽ തന്നെ ആയിരിക്കണം, അല്ലെങ്കിൽ പൊടികൾ കരിഞ്ഞു പോകും. 1 മിനിറ്റ് ജസ്റ്റ് ഒന്ന് വഴറ്റുക, പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറാനായിട്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഇതിൽ പകുതി വിനാഗിരിയും ബാക്കി പകുതി തിളപ്പിച്ചാറിയ വെള്ളവുമാണ്. നമ്മൾ എത്രയാണോ വിനാഗിരി എടുക്കുന്നത് അതേ അളവിൽ തന്നെ വെള്ളം കൂടി ചേർക്കുക. ഇതിനധികം ഗ്രേവി ഒന്നും ഉണ്ടാവില്ല. ഇത്രയും മതിയാവും. അത് ഞാൻ ചേർത്ത് കൊടുക്കുവാണ്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഗ്രേവി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള കാടമുട്ട ചേർത്ത് കൊടുക്കാം. ഇതിനകത്ത് കിടന്ന് ഒന്ന് തിളക്കട്ടെ. ആ മസാലയൊക്കെ മുട്ടയിലേക്ക് ഒന്ന് പിടിക്കണം. ഒരുപാട് നമ്മൾ ഇളക്കേണ്ട ആവശ്യമില്ല. ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് മൂടി വെക്കാം. ആ മസാലയൊക്കെ മുട്ടയ്ക്കകത്തോട്ടൊന്ന് പിടിക്കട്ടെ. നമുക്കിനി ഇത് തുറന്ന് നോക്കാം. ഉണ്ടോ, ഗ്രേവിയൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇത്രയും മതിയാവും. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉണ്ടോ, നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. നല്ല അടിപൊളി ഒരു അച്ചാറാണിത്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. ഇന്ന് നമ്മൾ ഉണ്ടാക്കിയിട്ട് നാളെ എടുക്കുമ്പോഴാണ് കുറച്ചും കൂടി ടേസ്റ്റ്. വെള്ളമൊന്നും ഇല്ലാത്ത നല്ലൊരു കണ്ടെയ്നറാക്കി വെച്ചാൽ ഒരു 2-3 ദിവസമൊക്കെ ഇരിക്കും. എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണേ.